ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കാണിച്ചിരുന്ന എല്ലാം കോട്ടൺ ചെക്ക് കോട്ട വൈറ്റ് കളർ സാരീസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് എംബ്രോയിഡറി ചെയ്തായിരുന്നു. അതിന് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് കളർ സാരീസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഈസ്റ്ററിന് കൊടുക്കാൻ പറ്റിയ, ഗുഡ് ഫ്രൈഡേക്ക് കൊടുക്കാൻ പറ്റിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന സാരീസും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടു നോക്കാം. എല്ലാം റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സാരിയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേച്ചാൽ മതി. അപ്പം ആദ്യം തന്നെ ഒരു വൈറ്റ് ചെക്കോട്ട സാരിയാണ്. ഈ ചെക്കോട്ട സാരി കോട്ടൺ ചെക്കോട്ടയാട്ടോ, സിന്തറ്റിക് ചെക്കോട്ടയല്ല, കോട്ടൺ ചെക്കോട്ട വൈറ്റ് കളർ, പ്യുവർ വൈറ്റ് കളറിൻ്റെ അകത്ത് നമ്മൾ ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പ് ഞാൻ ത്രെഡ് യൂസ് ചെയ്ത് ഞാനൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ക്രിസ്പി ജോർജറ്റിൻ്റെ അകത്ത് യെല്ലോ കളർ, പെയിൽ യെല്ലോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട്. അതുപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡബിൾ ഷെയ്ഡ് ത്രെഡ്, മൾട്ടി ഷെയ്ഡ് അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് എന്നും പറയും ചിലവർ. അപ്പോൾ ആ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. നടുക്ക് ഒരു ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട്. സ്റ്റെംസ് ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് സ്റ്റെം തയ്ച്ചിരിക്കുന്നത്. അത് നല്ല ഒരു, ഇതിൻ്റെ ലെങ്ത്ത് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 9 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് ഈ ഒരു ഡിസൈനിന്. അപ്പം ഇങ്ങനെയാണ് മുന്താണിയിൽ ഒരു ഡിസൈൻ വരുന്നത്. മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിൽ ഇത്രയും വലിയ ഡിസൈൻ അല്ല, ഒരു സിംഗിൾ ഡിസൈൻ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞു പൂവും ഒരു ബഡും ആയിട്ടാണ് മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഫ്ലവർ തയ്ക്കാനായിട്ട് സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു ഫ്ലവർ, കുഞ്ഞു ഫ്ലവറാണ് തയ്ച്ചിരിക്കുന്നത്. ഫുൾ ഫ്ലവർ അല്ല, ഹാഫ് ഫ്ലവറാണ് തയ്ച്ചിരിക്കുന്നത് റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെസ്റ്റ് പോർഷനിലാണ്, ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ 2 ഡിസൈനാണ്. അതൊരു വലിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ 2 വരുമ്പോൾ തന്നെ അത് ഫ്രണ്ട് ഫുള്ളും ആകും ഡിസൈനിങ്. അപ്പോൾ ഇത് ഗുഡ് ഫ്രൈഡേ ഒക്കെ കൊടുക്കാനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും ഉണ്ട്. നല്ല ഭംഗിയായിരിക്കും ഉടുത്താലും. പിന്നെ ബ്ലാക്ക് ഷെയ്ഡ് ബ്ലൗസും ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ 2 ഇതാണെങ്കിലും ഇതിൻ്റെ കൂടെ പോകുന്നതാണ്, ബ്ലാക്കോ വൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചെസ്റ്റ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇത്രയും ബിഗ് ഡിസൈൻ ഇല്ല, ഒരു കുഞ്ഞു ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. നമ്മൾ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ കൊടുത്തവരെ ഒരു ഫ്ലവർ, ഒരു ബഡും ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക. ഇതാണ് ആദ്യത്തെ സാരി. രണ്ടാമത്തെ സാരി വീണ്ടും ഒരു വൈറ്റ് ചെക്കോട്ട തന്നെയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ബ്ലൂ കളർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ്, ഇച്ചിരി ബ്രൈറ്റ് കളർ കോമ്പിനേഷനാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ഇത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷനാണ്. ബ്ലൂ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ലേസിയും ലീവ്സ് ഫിഷ് ബോണും ആയിട്ടാണ് നമ്മൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫ്ലവർ ബഞ്ചാണ് മുന്താണിയിൽ വരുന്നത്. അതിൻ്റെ അകത്ത് നടുക്ക് ബീഡ്സും ആണ് വെച്ചിരിക്കുന്നത്. ലീവ്സ് ലൈറ്റ് ഒലീവ് ഗ്രീൻ ലീവ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മുന്താണിയിലൊരു ഡിസൈൻ. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈൻ, കുറച്ചും കൂടെ വലുതാ, തീരെ കുഞ്ഞതല്ല, ഒരുമാതിരി അത്യാവശ്യം ഉള്ള ഒരു രീതിയിലാണ് റണ്ണിങ് പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ 2 വലിയ ഡിസൈനാണ്. മുന്താണിയിൽ കണ്ടുപോലത്തെ 2 വലിയ ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിലുള്ളത്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉള്ളത്. താഴെ കാലിൻ്റെ അവിടെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഉള്ളത് ഇതുപോലെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. ഫുൾ ഡിസൈൻ തന്നെയുണ്ട്, വലിയ ഡിസൈൻ തന്നെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 1700 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1700. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അയച്ചാൽ മതി, സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പം അങ്ങനെ 2 വൈറ്റ് സാരി കഴിഞ്ഞു. ഇനി നമുക്ക് ഓഫ് വൈറ്റ് സാരിയാണ്. ഒരു ഓഫ് വൈറ്റ് സാരി, ചെക്കോട്ട തന്നെയാണ് ഓഫ് വൈറ്റ് സാരി.
അതിൻ്റെ അകത്ത് മുന്താണിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് മുന്താണിയിൽ വരുന്നത്. ഇത് ലേസി ഡേസി ആണ് നമ്മൾ ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഉള്ളിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. നടുക്ക് ഫ്രഞ്ച് നോട്ടും. ലീവ്സ് ലൈറ്റ് ഒലീവ് ഗ്രീൻ വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് ഫില്ല് ചെയ്തേക്കുന്ന സാറ്റിൻ സ്റ്റിച്ച് ഇങ്ങനെ തയ്ച്ചിരിക്കുന്നതാണ്. ഇവിടെ ബഡ് ആണെങ്കിലും സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് ആണെങ്കിലും 6 ഇഞ്ച് ലെങ്ത് ഉണ്ട്. 6.5 ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇതിൻ്റെ ഒരു ഫ്ലവർ പാറ്റേണിന്. അതുപോലെ തന്നെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സാരിയിൽ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ ഡിസൈനിങ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാരിയിൽ അപ്പുറത്തെ സൈഡിൽ ഡിസൈനിങ് ഉണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റ് ആണ്. ഷോൾഡർ പ്ലീറ്റിൽ മുന്താണിയിൽ കണ്ടുപോലത്തെ 2 വലിയ ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. 2 വലിയ ഡിസൈൻ, നടുക്കൊരു കുഞ്ഞു ഡിസൈൻ. ഇപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വലിയ ഡിസൈനിങ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഡിസൈനിങ് അല്ല, ഇച്ചിരി വലിയ ഡിസൈനും ഉണ്ട്. അത് വലിയ പൂക്കളും ആയതുകൊണ്ട് നല്ലോണം എംപോസ് ചെയ്ത് നമ്മൾ തെറിച്ച് നിൽക്കും, കാണാനുണ്ട്. അപ്പോൾ ഈ കളർ ബ്ലൗസ് പീസ് ആയിരിക്കും കൂടുതൽ നല്ലത്. ഈ ഓഫ് വൈറ്റ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ കളറാണ് നല്ലത്. ലൈറ്റ് പിങ്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ഡാർക്ക് ഷെയ്ഡ് ബ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനാണ്. അവിടെ വരുന്നത് ഈ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ കണ്ടുപോലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് അപ്പുറത്തെ സൈഡിൽ വരുന്നത്. ഇതുപോലെയായിരിക്കും മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ വരുന്നത്. അല്ല, മുന്താണിയുടെ അല്ല, സോറി, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1700 തന്നെയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ 2 സാരി 1700-ൻ്റെയാണ്. ഇനി കാണുന്നത് ഒരു ഓഫ് വൈറ്റ് ചെക്കോട്ട സാരി തന്നെയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്പർ ഓഫ് ഡിസൈൻസ് കൂടുതലാണ്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. മുന്താണിയുടെ 2 സൈഡിലും, ഇവിടെ നടുക്കും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു കുഞ്ഞു ഡിസൈൻ ഫ്ലവർ ബഞ്ചാണ് കാണുന്നത്. അതിൻ്റെ അത് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സ് ലേസി അത് ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ലീവ്സ് തയ്ച്ചിരിക്കുന്നത്. ഇത് മൾട്ടി ഷെയ്ഡ് ത്രെഡാണ്. അതിൻ്റെ അകത്ത് യെല്ലോയും പിങ്കും ഡാർക്ക് ബ്ലൂവും ഗ്രീനും എല്ലാം കൂടെ കൂടിയ ഒരു ത്രെഡാണ് ഇത്. മൾട്ടി ഷെയ്ഡ് ത്രെഡാണ്. അപ്പോൾ ഒരേ ഫ്ലവേഴ്സിന് ഒരേ കളേഴ്സായിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 3 ഫ്ലവർ ഇങ്ങനത്തെ ബഞ്ചുകളാണ് മുന്താണിയിൽ വരുന്നത്. എന്നിട്ട് സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ ഫ്ലവേഴ്സ് നമ്മൾ തയ്ച്ചിട്ടുണ്ട് 2 ലെയർ. അങ്ങനെയാണ് ഈ മുന്താണി വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റണ്ണിങ്, പിന്നെ എല്ലാ ഷോൾഡർ ഒരു 3.5-4 ഇഞ്ച് ഗ്യാപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഡിസൈനിങ് വന്നുകൊണ്ടിരിക്കുക. ഈ ഡിസൈൻ ഇങ്ങനെ കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഷോൾഡറിലും ഷോൾഡർ പ്ലീറ്റിലും ഇതിങ്ങനെ കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ബോട്ടം പ്ലീറ്റ്സിൻ്റെ അവിടെ എത്തുമ്പം നമ്മുടെ ഈ ഡിസൈനിങ് മാറിയിട്ട് സ്ട്രെയിറ്റ് ഡിസൈനിങ് ആകും. അത് തന്നെയല്ല, സ്ട്രെയിറ്റ് ഡിസൈനിങ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ഡിസൈനിൻ്റെ ലെങ്ത്തും കുറയുന്നുണ്ട്. കുഞ്ഞു ഡിസൈനാണ്. ഇങ്ങനെയാണ് നമ്മുടെ ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. ഇങ്ങനത്തെ ഡിസൈനിങ് എല്ലാ 7 ഇഞ്ച് ഗ്യാപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോട്ടം മുഴുവനും പ്ലീറ്റ്സും ഇതുവരെ നമ്മൾ ഫുൾ പ്ലീറ്റ്സ് അങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് പോകുന്ന പോർഷനിലില്ല. അതല്ലാത്ത ബാക്കി എല്ലാ പോർഷനിലും ഇതുപോലത്തെ ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1600 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് ഓഫ് വൈറ്റ് സാരിയിലാണ്. മൾട്ടി ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ടാണ് സിമ്പിൾ ഡിസൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്ലവറിൻ്റെ നടുക്ക് ബീഡ്സോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇനിയുള്ള ഒരു സാരി എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള സിന്തറ്റിക് ചെക്കോട്ടയാണ്. സിന്തറ്റിക് കോട്ട മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ റേറ്റ് തന്നെ ആ മെറ്റീരിയലിൻ്റെ ഇത് കോട്ടൺ ചെക്കോട്ടയുടെ അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അല്ല ഈ സിന്തറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിന്തറ്റിക് കോട്ട മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് വൈറ്റിൻ്റെ അകത്ത് നല്ല ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും നല്ലോണം അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. മുന്താണിയിൽ ഇവിടെ നടുക്ക് അതുപോലെ തന്നെ ഇപ്പുറത്തെ പോർഷനിലും വർക്ക് ഉണ്ട്. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ബോർഡറിൽ കൂടെ ഇങ്ങനെ ഡിസൈനിങ് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് വളരെ കുറച്ചും കൂടെ ചെക്കോട്ടേനേക്കാളും കുറച്ചും കൂടെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്.
ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ ഒരു ഡിസൈനിങ് ഫുൾ സാരിയിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഫുൾ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ഡിസൈനിങ് വന്നിട്ട് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഫ്ലവർ പോകുന്നത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇൻഡിവിജ്വൽ പോകുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ അവിടെയാണ്, താഴെ ബോട്ടം പ്ലീറ്റ്സിൻ്റെ അവിടെയുണ്ട്. അവിടെ എത്തുമ്പോൾ സ്ട്രെയിറ്റ് ആകുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഒരു ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു ഓറഞ്ച് ആണെങ്കിൽ ഇതിന് മുമ്പ് ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് റെഡ് ആണ്, പിന്നെ അങ്ങനെ ആയിട്ട് മാറി മാറിയാണ് കൊടുക്കുന്നത്. അങ്ങനെ പോയിട്ടുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരെ ഇങ്ങനെ ഡിസൈനിങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ സാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആണ്, കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആണ്. കോട്ടൺ ചെക്കോട്ട വെച്ച് നോക്കുമ്പോൾ വളരെ സുഖമാണ് ഉടുക്കാൻ, ഭയങ്കര ട്രാൻസ്പെറൻറ്റുമാണ് കോട്ടൺ ചെക്കോട്ട വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1000 rupees ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്തത് ഒരു ബ്ലാക്ക് ചെക്കോട്ടയാണ്. ഈസ്റ്ററിന് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ വൈറ്റ് തന്നെ വേണമെന്നില്ല, ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണല്ലോ. അപ്പോൾ ബ്ലാക്ക് ചെക്കോട്ടയിൽ ഇതിന് മുമ്പ് കാണിച്ച പോലത്തെ കട്ട് വർക്ക് ഫീലിംഗ് വരുന്ന ഹണികോം സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുന്താണിയിൽ ഇതുപോലെ ഒരു ഡിസൈനിങ് ആണ് നമ്മൾ മുന്താണിയുടെ ഒരു സൈഡിൽ ചെയ്തിരിക്കുന്നത്. മറു സൈഡിൽ അതിൻ്റെ ഒരു 3 പെറ്റലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഇലയുടെ ഷേപ്പ് പോലെ ഒരു ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 ഇലയായിട്ടാണ് ഇവിടെ മറു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുവരെ തന്നെ 3 കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇത് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് നല്ല നീളത്തിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റിൽ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലോണം ഇത് ചെയ്തിട്ടുണ്ട്, നീളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് മുഴുവനും ഇതുപോലെ കട്ട് വർക്ക് ഒരു ഫീലിംഗ് കിട്ടും. ഇതുപോലെ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ബ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്. ഈ ബ്ലൗസ് ഇടുന്നേക്കാളും നല്ലത് ബ്ലാക്ക് ബ്ലൗസ് തന്നെയാണ് ഇതിന് ചേരുന്നത്. കാലിൻ്റെ അവിടെയാണെങ്കിലും ഇതുവരെ നമ്മൾ റണ്ണിങ് പോർഷനിൽ കണ്ടുവരെ 3 ഡിസൈനായിട്ട് എറക്റ്റായിട്ടാണ് നമ്മൾ തയ്ച്ചത്. കാലിൻ്റെ പോർഷനാണിത്. കാലിൻ്റെ പോർഷനിൽ ഇതുവരെ 3 ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. അപ്പോൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ചെസ്റ്റിൻ്റെ അവിടെ നല്ലോണം വരുന്നുണ്ട്. അതുപോലെ തന്നെ മുന്താണിയുടെ ഒരു സൈഡിൽ നല്ലോണം ഉണ്ട്, മറു സൈഡിൽ 3 പെറ്റലായിട്ടാണ് വന്നിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലും 3 വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ബ്ലാക്ക് സാരിയിൽ വരുന്നത്. ഒരു കട്ട് വർക്ക് ഫീലിംഗ് വരുന്ന ഒരു വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹണികോം സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. 6 strands വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡിൻ്റെ കളർ പറയുകയാണെങ്കിൽ ഒരു ക്രീമിഷ് കളർ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1900 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ കാണിച്ച സാരികളിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.